എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടേക്ക് നിങ്ങളുടെ പലരുടെയും മുഖത്ത് കണ്ണുനീരൊഴുകുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ആ കാരണം നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണോ, അതില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾ പറയും. കടബാധ്യതയുണ്ട്. മക്കളിൽ എൻ്റെ അച്ഛൻ്റെ മോളുടെ കല്യാണപ്രായം കഴിഞ്ഞു, 28 വയസ്സ് കഴിഞ്ഞു, ഞാൻ ആ വിഷമിച്ചിരിക്കുക അച്ഛൻ പ്രാർത്ഥിക്കണേ. അല്ലെങ്കിൽ പറയും എൻ്റെ അച്ഛൻ എൻ്റെ വസ്തു ജപ്തിയിലാണ്, എന്നെല്ലാം നാളെ അതെല്ലാം പോവും, സ്ഥലം ഒന്ന് വിറ്റ് പോയാൽ മതിയായിരുന്നു, പ്രശ്നം തീരച്ചു. അച്ഛൻ ഞാൻ വിസയ്ക്ക് വേണ്ടി പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇതുവരെയായിട്ട് വിസ റെഡി ആയിട്ടില്ല, ശരിയാവുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ജോലി പോയി, എന്താ ചെയ്യാഞ്ഞൂടെ? എൻ്റെ മോക്കും മക്കളില്ല അച്ഛോ, ഇതാ പ്രശ്നം അച്ഛോ, എൻ്റെ വീടില്ല അച്ഛാ, ആ പ്രശ്നം അച്ഛാ, അച്ഛന് പ്രാർത്ഥിക്കണം അച്ഛാ. ഇങ്ങനെ ആളുകൾ നിഷ്കളങ്കമായിട്ട് അവർ കരയുമ്പം എന്നെ ശരിയാണ് അവർ പറയുന്ന വേദനകൾ ഭൗതി, പക്ഷേ ശരിക്കും അവരുടെ വേദനയും പ്രശ്നം മാറാത്ത അതുകൊണ്ടല്ലോ. ശരിക്കും അവർക്ക് ഈശോയെ കിട്ടാത്തതല്ല അവരുടെ പ്രശ്നം, ഈശോയെ കിട്ടണ്ടേ. മക്കളില്ല, അമ്മേനും അച്ഛാ എൻ്റെ മോൻ അവന് എല്ലാം ഡോക്ടറാണ്, പക്ഷേ ഇപ്പോൾ അവൻ വലിയ തിന്മയില, രവഹിത ബന്ധത്തിൽപ്പെട്ടു, അവൻ കുടിക്കുന്നുണ്ട്, ഡ്രഗ്സ് എടുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം, പ്രശ്നം മാറണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടണം, ഈശോയെ സ്വന്തമാക്കണം. കുർബാനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുർബാന ഈശോ പറയാണ് ഇത് ശരീരം ഭക്ഷിക്കുക രക്തം പറയും. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവര് പറഞ്ഞു ഇത് എന്തെയും പറയുന്നത്, പിന്നെ ശരീരം ഭക്ഷിക്കണം, മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോയുടെ വചനം മനസ്സിലാക്കാൻ പറ്റാത്തത് കൃപയില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറഞ്ഞു ഈ വചനം കഠിനമാണ്, ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അനേകർ അവനെ വിട്ടുപോയി. ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനെ ഉപകരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ചിലരോട് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടനെ പറയുന്നുണ്ട് ഇതിനുശേഷം അനേകം പേർ അവനെ വിട്ടുപോയി, പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നിന്നില്ല. അപ്പൊ ഇങ്ങനെ പോയി ആളുകൾ ഇങ്ങനെ അനേകം പേര് പോയി, ഈശോയുടെ കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ പോയി, തിരിച്ചുപോയി. അപ്പോൾ ആകെ 12 പേര് മാത്രം അവിടെ ബാക്കി കേട്ടു നിന്നു. അപ്പൊ ഈശോ അവരോട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവര് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പത്രോസ് പറഞ്ഞു ഞങ്ങൾ ആരുടെ അടുക്കേക്ക് വന്ന് എത്തിച്ചു. അപ്പൊ അവിടെ ഈശോ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. അത് ഈശോയുടെ അടുക്കിലേക്ക് വരിക അനുവദിക്കപ്പെടുന്നതാണ് കൃപ, ഈശോയെ സ്വന്തമാക്കുന്നതാണ് കൃപ, ശിഷ്യഗണത്തിന്റെ ഭാഗമാകുന്നതാണ് കൃപ.